ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്ന RX 135ൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ്. വണ്ടി മോഡിഫൈ ചെയ്തതിന് ഡീറ്റെയിൽസും അതുപോലെ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. RX 135 ആണ്. നമുക്ക് ഈ RX എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരെയും ഒരു മനസ്സിലായിട്ട് ഇറങ്ങിച്ചെന്നൊരു വണ്ടിയാണ്. മെയിനായിട്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ ബുള്ളറ്റും RX ഒക്കെ ആൾക്കാരുടെ ഇടയിലായിട്ട് ഇറങ്ങിച്ചെല്ലാം കാരണം വണ്ടിയുടെ സൈലൻസർ, ആ സൗണ്ട് തന്നെയാണ് ഗൈസ് എല്ലാവരെയും മനസ്സിലായിട്ട് ഇറങ്ങിച്ചെല്ലാൻ ഒരു പ്രധാന കാരണം വണ്ടിയുടെ സൗണ്ട് തന്നെയാണ്. അപ്പോൾ കേസ് നമ്മൾ ഈ വണ്ടിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 35,000 മേളിൽ വണ്ടിയുടെ പണി കാര്യങ്ങൾ, മോഡിഫിക്കേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ ടയർ, അതേപോലെ തന്നെ വണ്ടിയുടെ കളർ, വണ്ടി ഓൾമോസ്റ്റ് എല്ലാം ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുകൊണ്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാം. എന്താ സൗണ്ട് നോക്കുന്ന വണ്ടി ജസ്റ്റ് ഒന്ന് വലിപ്പിച്ചു കൊടുക്കാം. വണ്ടി സൗണ്ട് രക്ഷയില്ല. വണ്ടിയുടെ ചേമ്പർ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. മൈസൂർ ഷാഫി ചേമ്പറെന്ന് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സൗണ്ട് ഒരു രക്ഷയില്ല. നമുക്ക് ഈ ട്രിപ്പ് പോകുന്ന ടൈമിൽ അങ്ങനെ ഒരു RX കൊണ്ട് ഒരു 135 RX100 ഈ പറയുന്നത് RX100 നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വേറൊരു വൈബ് തന്നെയാണ് കേസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം കേട്ടൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് വണ്ടി. ഈ ട്രിപ്പ് പോകുമ്പോൾ ഈ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് ഒരു റിലാക്സ് എന്തോ ഒരു ഫീലാണ് ഈ വണ്ടി നമുക്ക് ട്രിപ്പിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ. ഈ വണ്ടി കൊണ്ട് ട്രിപ്പ് പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ വണ്ടി ഓൾമോസ്റ്റ് ഒരു 30,000 മേളിൽ വണ്ടിയുടെ പണി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ചേമ്പർ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ എഞ്ചിൻ പോർട്ട് ചെയ്തേക്കുന്ന എഞ്ചിനാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ. അതേപോലെ തന്നെ വണ്ടിയുടെ ഒരു കളറ് ഗ്രീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ കേസിൻ്റെ കളറ് മാറ്റിയിട്ട് ഗ്രേ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാം വണ്ടിയിൽ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഈ എത്രയാണ് ഏതൊക്കെ പാർട്സ് മാറ്റിയതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ പിന്നെ മെയിനായിട്ട് വണ്ടിയുടെ സോക്കപ്പിൽ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ഹൈറ്റ് വണ്ടിയുടെ കൂട്ടിയിട്ടുണ്ട്. അതായത് ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വണ്ടിയുടെ ഹൈറ്റ് ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പുറമേ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. വണ്ടിയുടെ ആ ഷോക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഹൈറ്റ് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓടിക്കാൻ വലിയൊരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു കംഫർട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4,000, 2,000, ഒരു 3,200 ആ റേഞ്ചിൻ്റെ അടുത്ത് ആണെന്ന് തോന്നുന്നു അതിൻ്റെ നമുക്ക് ഇതിനകത്ത് ഫണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടയേഴ്സ് കഴിഞ്ഞാൽ മോട്ടോയുടെ MRF ടയേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രിപ്പുള്ള ടയർ, നല്ല രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു ടയർ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടയർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കോവിഡിൻ്റെ സീനൊക്കെ ഉള്ളതുകൊണ്ട് പ്രൊഡക്ഷൻ്റെ ചെറിയൊരു സീൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്നാലും ഈ ടയർ അത്യാവശ്യം ഈ വണ്ടിക്ക് സൂട്ടബിൾ ആണ്. നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കേസ് ഇവിടെ എവിടെയെങ്കിലും നിർത്തി വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇവിടെ നിർത്താൻ പറ്റില്ല. എറണാകുളം ഈ ഭാഗത്ത് ഫുൾ ചെക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തി ഒരു റിവ്യൂ എടുക്കാത്ത, വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണിച്ചൊരു ഇതെടുക്കാത്തത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എന്ത് ക്ഷമിക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ കൃത്യമാർ അറിയാമല്ലോ, ഇപ്പോൾ ഒരു റീസൺ കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് പിഴ അടിച്ച് തരാനായിട്ട്. അപ്പോൾ വണ്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ അവന്മാർ എനിക്ക് അടിച്ച് തരും. അതുകൊണ്ട് തന്നെയാണ് കേസ് വണ്ടി നിർത്തി ഒരു സ്പോട്ടിൽ വെച്ച് റിവ്യൂ എടുക്കാത്തത്. പറ്റുന്ന ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് കാണിച്ച് തന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, നല്ലൊരു സ്റ്റെബിലിറ്റി, നല്ലൊരു റൈഡിങ് കംഫർട്ട് നമുക്ക് ഈ വണ്ടിയിൽ ഫുള്ളായിട്ട് പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ പറയുകയാണെങ്കിൽ RX100 അത് അന്നും ഇന്നും ഒരു കുറേ ആൾക്കാരെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ട് വണ്ടിക്ക്. ഓഹോ ഗ്യാസ് ഒരു രക്ഷ 90 വെറും സിമ്പിളായിട്ടാണ് വണ്ടി ടച്ച് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടിക്ക് ഇൻജിൻ പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി കൂളിങ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത് ചെയ്യാൻ പ്രധാനമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് പേരുടെ അടുത്ത് പറഞ്ഞു RX100ൻ്റെ ഒരു വീഡിയോ ഇടാമോ, RX 135ൻ്റെ RX100ൻ്റെ ഒരു വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഫ്രണ്ട് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു വണ്ടി. ഒരു ദിവസം സ്റ്റാർട്ടർ സെറ്റപ്പിലാണ് ഞാൻ കണ്ടത്. പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ട് മുഖേനയാണ് എനിക്ക് ഈ വണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ബ്രോക്ക് വളരെ ഒരു താങ്ക്സ് ഉണ്ട് നമുക്ക് ഈ വണ്ടി കാണാനും വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാനും ഒരു അവസരം തന്നതിന്. അപ്പോൾ ഇവിടെ വലിയ സീനില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ടൊന്ന് കയറ്റിയിട്ട് എവിടെയെങ്കിലും ഒരു നല്ല പ്ലേസ് കാണുമ്പോൾ ഒന്ന് വണ്ടി നിർത്തി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ വെറുതെ ലെങ്ത് ആക്കുന്നില്ല. ബാക്കി ഈ വണ്ടിയുടെ പവർ മൈലേജൊക്കെ പറഞ്ഞ് ലെങ്ത് ആക്കുന്നില്ല. ഒരു വണ്ടി പ്രാന്തൻ ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ RX 135 RX ആയാലും ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് വെറുതെ ലെങ്ത് ആക്കുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം, ഇനിയൊരു ഡീറ്റെയിൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ ആണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വണ്ടി ചവിട്ടി നോക്കാം. ഇവിടെ ചവിട്ടി ഡീറ്റെയിൽസ് നോക്കാം. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് അത്. സൗണ്ട് എനിക്ക് മെയിനായിട്ട് വണ്ടിയുടെ സൗണ്ട് തന്നെയാണ് ഗ്യാസ് അട്രാക്ഷൻ ചെയ്തിരിക്കുന്നത്. സൗണ്ട് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് വണ്ടി ഓൺ ചെയ്തിട്ട് വണ്ടിയുടെ സൗണ്ട് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. ഇവിടെ ആകുമ്പോൾ വലിയ നോയ്സ് ഉണ്ടാവില്ല, ഒക്കെ കേൾപ്പിച്ച് തരാം. തന്നെ പറയാം, ഒരു രക്ഷയില്ലാത്തതുണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിർമ. അപ്പോൾ ഗ്യാസ് നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഓൾമോസ്റ്റ് ഒരു 35 രൂപ അടുത്ത് വണ്ടിയുടെ പണിയത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വണ്ടി ഡിസ്ക് ആയാലും പിന്നെ വണ്ടിയുടെ സൈലൻസർ ആയാലും പിന്നെ വണ്ടിയുടെ കളറായാലും ഒരു ഗ്രീൻ കളറും അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് രീതിയിലുള്ള കളർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ എൻജിൻ്റെ കളറ് മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ എൻജിൻ കേസ് കളറ് മാറ്റിയിട്ടുണ്ട്. പിന്നെ വണ്ടി കുറച്ച് ഫ്രണ്ട് സോക്കപ്ഷൽ ഒരു ഹൈറ്റ് ചെറുതായിട്ടൊന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുറമേ കാണാൻ പറ്റില്ല. അത് നമുക്ക് കയറിയിരിക്കുമ്പോഴും വണ്ടി നേരത്തെ ഓടിച്ചിട്ടുള്ള ആൾക്കും എന്തായാലും അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ ബാക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓൾമോസ്റ്റ് ഫുൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, പ്രൈസ് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡീറ്റെയിൽസിന് കുറച്ചും കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട്, വണ്ടിയുടെ ഒരു ഫുൾ റിവ്യൂ നമുക്ക് വണ്ടി A to Z, വണ്ടിയുടെ പ്രൈസ്, വണ്ടിയുടെ ഉണ്ടായിരുന്ന ടൈമിലുള്ള വണ്ടിയുടെ പ്രൈസ്, അതേപോലെ തന്നെ വണ്ടിയുടെ മൈലേജ്, അതേപോലെ തന്നെ വണ്ടിയുടെ പവർ കാര്യങ്ങൾ, അങ്ങനെ A to Z കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഒരു A to Z ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് വണ്ടിയുടെ ഒരു ബേസിക് മോഡിഫിക്കേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ്. പിന്നെ ഫസ്റ്റ് ടൈമാണ് RX100 ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മുടെ ചാനലിൽ ഇടുന്നത്, മോഡിഫിക്കേഷൻ്റെ അതിൻ്റെ ഒരു റിവ്യൂ. ബേസിക് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളാണെന്ന് കൂട്ടിയാൽ മതി, ഓവറായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം കൂടി നമുക്കൊന്ന് വണ്ടിയുടെ സൗണ്ട് ഒന്ന് നോക്കാം. ഒറ്റ കിക്കും നമ്മുടെ പുലിക്കുട്ടം സ്റ്റാർട്ടാവുന്നുണ്ട്. നോക്കേണ്ട മോളിൽ ഞാനല്ല അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അതേപോലെ തന്നെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.